നല്ല സോഫ്റ്റ് കളർ പാലറ്റിൽ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആണ്. കളർ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ഒരു ലൈറ്റ് ഒരു ഐവറി ചിക്കു ആണ് സാരിയുടെ ബേസ് വരുന്നത്. അതിൽ ബേബി പിങ്കിലാണ് ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് സാരിക്ക്. ഫാബ്രിക് ലിനൻ ടിഷ്യൂ ആണ്. ലിനൻ ഫാബ്രിക്കിൽ ടിഷ്യൂ യാൺസ് കൂടി വന്നിട്ടുണ്ട്. ലിനൻ ടിഷ്യൂ ആണ് സാരിയുടെ ഫാബ്രിക്. വിത്ത് സിമ്പിൾ ഒരു റിബൺ ബോർഡർ വരുന്നുണ്ട്. ബോഡി കംപ്ലീറ്റ് ബേബി പിങ്കിലാണ് ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ത്രെഡ് വർക്ക് വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും. ഒരു ഐവറി ക്രീമും ഒരു ലൈറ്റ് ചിക്കും കൂടി ഒരു ബ്ലെൻഡഡ് ടോണാണ് സാരിയുടെ ബേസ് വരുന്നത് കേട്ടോ. ഇതിൽ ഈ ഒരു പാറ്റേണിൽ ഫുൾ സാരിയിലും ഈ ഒരു ബേബി പിങ്കിലായിരിക്കും എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബോർഡർ ഇതാണ്, തിൻ ബോർഡറാണ് സാരിക്ക് വരുന്നത്. മുന്താണി വരുന്നത് ഈ ബേബി പിങ്കും ഗോൾഡൻ സെറിയും കൂടെ ലൈൻസിലാണ് സാരിയുടെ പല്ല് വരുന്നത്. ഇതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും കേട്ടോ സാരിയുടെ ബ്ലൗസും വരുന്നത്. ഇതാണ് മുന്താണി. ബേബി പിങ്ക് ആൻഡ് ഗോൾഡൻ സെറി സ്ട്രൈപ്പ് ഡിസൈൻസിലുള്ള പല്ലു. സെയിം സ്റ്റൈലിൽ തന്നെയാണ് സാരിയുടെ ബ്ലൗസും വരുന്നത്. മുന്താണി ബ്ലൗസും ഒരേ പാറ്റേണിൽ തന്നെ ആയിരിക്കും, ലൈൻസിൽ തന്നെ വരുന്നത്. നല്ല സോഫ്റ്റ് കളറാണ്. നമുക്കൊരു ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ അങ്ങനെയുള്ള ഫംഗ്ഷൻ ഡ്രേപ്പ് ചെയ്യും. അതല്ലാതെ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. ഇതാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത്. നെക്സ്റ്റ് കളർ നല്ലൊരു അക്വാ ഗ്രീൻ ആണ്. ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. പാറ്റേൺ ഡിസൈൻ എല്ലാം സെയിം തന്നെ. ഫുൾ ബോഡി അക്വാ ഗ്രീനിലായിരിക്കും ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട് വിത്ത് സിമ്പിൾ ബോർഡർ. ആ ഗ്രീൻ ആൻഡ് ഗോൾഡൻ സെറിയിൽ തന്നെ ആയിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. ആ ഒരു സെറി വൺ ലൈൻസിൽ തന്നെ. റണ്ണിങ് ബ്ലൗസ് വരുന്നതും സെയിം സ്റ്റൈലിൽ തന്നെ. അടുത്ത ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ കളർ പറയുകയാണെങ്കിൽ പേസ്റ്റൽ പീച്ചാണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈൽ, അതേ ആ ഒരു നല്ല സോഫ്റ്റ് ആൻഡ് സട്ടിൽ ആയിട്ടാണ് എല്ലാ സാരിയിലും ആ ഒരു വർക്ക് വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ. നമുക്ക് ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. മുന്താണി സെയിം സ്റ്റൈൽ തന്നെ. ആ ഒരു പീച്ചും ഗോൾഡൻ സെറിയും കൂടി ഏത് കളറിലെ ആ ഒരു വർക്കാണോ വരുന്നത് ആ കളറും ഗോൾഡൻ സെറിയും കൂടി ആയിരിക്കും ഷോർട്ട് പല്ലു വരുന്നത്. സെയിം അതേ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്ന സാരിക്ക്. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു ലുക്ക് ആയിരിക്കും. കാരണം മുന്താണിയുടെ അതേ പാറ്റേണിൽ തന്നെയുള്ള വെർട്ടിക്കൽ ലൈൻ പാറ്റേണിലായിരിക്കും ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത്. അടുത്ത കളർ പേസ്റ്റൽ യെല്ലോ ആണ് സാരിയുടെ ഷെയ്ഡ്. ഫുൾ ബോഡിയിലും സെയിം അതേ പാറ്റേൺ തന്നെയാണ് ഫ്ലോറൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് തന്നെ വന്നിട്ട് വിത്ത് സിമ്പിൾ ഒരു റിബൺ ബോർഡർ ആണ് സാരിക്ക് വരുന്നത്. ഇതിന്റെ മുന്താണി വരുമ്പം യെല്ലോയും ഗോൾഡും കൂടിയുള്ള സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും സാരിയുടെ പല്ലു. സെയിം അതേ സ്റ്റൈലിൽ തന്നെ വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കളർ വരുന്നത് എല്ലാം നല്ല സോഫ്റ്റ് പേസ്റ്റൽ കളേഴ്സിലാണ് വരുന്നത്. ഇത് വരുന്നത് പിസ്ത ഗ്രീൻ ആണ്. ഇതൊരു നമ്മൾ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഗ്ലെയർ ഉള്ളതുകൊണ്ടാണ് അത് വിസിബിൾ അല്ലാത്തത്. ഫുൾ ആ ഒരു പിസ്ത ഗ്രീനിൽ തന്നെയുള്ള ഫ്ലോറൽ ആ എംബ്രോയിഡറി വർക്ക് തന്നെയായിരിക്കും വരുന്നത്. സിമ്പിൾ ബോർഡർ പിസ്ത ഗ്രീൻ വിത്ത് ഗോൾഡൻ സെറിയിലുള്ള സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് സാരിയുടെ ഷോർട്ട് പല്ലു. സെയിം അതേ സ്റ്റൈലിൽ തന്നെ ഫുൾ ലൈൻസിലായിരിക്കും റണ്ണിങ് ബ്ലൗസും വരുന്നത് സാരിക്ക്. അടുത്ത സാരി ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്, ഡിസൈൻ മാറിയിട്ടുണ്ട്. ഇത് വരുന്ന നല്ലൊരു ഓഷ്യൻ ബ്ലൂ, അക്വാ ബ്ലൂ ആണ് സാരിയിൽ ആ ഒരു കളർ വരുന്നത് കേട്ടോ. എംബ്രോയിഡറി വർക്കിന്റെ കളർ വരുന്നത് ഓഷ്യൻ ബ്ലൂ ആണ്. ഈ ഒരു പാറ്റേണിലായിരിക്കും ബോഡി കംപ്ലീറ്റ് ആ ഒരു വർക്ക് വരുന്നത്. പല്ലു സെയിം അതേ പാറ്റേണിൽ തന്നെ ആ ഒരു സെറി വോൺ പാറ്റേണിലുള്ള തിൻ ലൈൻസിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. ബ്ലൗസും അതേ പാറ്റേൺ തന്നെ. ആ ഒരു മുന്താണിയുടെ എൻഡിൽ വരുന്ന അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നല്ല സോഫ്റ്റ് കളറിൽ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണാണ് എല്ലാ സാരീസിലും ആ ഒരു വർക്ക് വരുന്നത്. ഇതായിരിക്കും ഓവറോൾ ലുക്ക് വരിക. നെക്സ്റ്റ് കളർ പിസ്ത ഗ്രീൻ ആണ്. സെയിം അതേ വർക്ക് തന്നെ വരുന്നത്. പിസ്ത ഗ്രീനിലായിരിക്കും ആ ഒരു കോമ്പിനേഷൻ വരുന്നത്. പേസ്റ്റൽ പിസ്ത ഗ്രീൻ. മുന്താണി സെയിം സ്റ്റൈൽ അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും. ഒരു ഗോൾഡൻ സെറി തിൻ ലൈൻസിലായിരിക്കും മുന്താണി വരുന്നത്. സെയിം സ്റ്റൈൽ ബ്ലൗസ്. നെക്സ്റ്റ് കളർ ബേബി പിങ്ക് ആണ്. നല്ല സോഫ്റ്റ് ബേബി പിങ്ക്, പേസ്റ്റൽ ബേബി പിങ്കിലാണ് സാരി വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈൽ ബേബി പിങ്കിൽ തന്നെ ആയിരിക്കും മുന്താണി, അതേ പാറ്റേണിൽ തന്നെ റണ്ണിങ് ബ്ലൗസ്. സെയിം അതേ ത്രെഡ് വർക്ക് തന്നെ വന്നിരിക്കുന്നത് കേട്ടോ. പേസ്റ്റൽ യെല്ലോ ആണ് ആ ഒരു വർക്കിന്റെ കോമ്പിനേഷൻ. സെയിം സ്റ്റൈൽ പല്ലു വിത്ത് ബ്ലൗസ്. ലാസ്റ്റ് സാരിയാണ് പേസ്റ്റൽ പീച്ച് ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈൽ തന്നെ അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും വർക്ക് വരുന്നത്. നല്ലൊരു സോഫ്റ്റ് പേസ്റ്റൽ പീച്ച്. ബോഡി കംപ്ലീറ്റ് ഈ ഒരു സ്റ്റൈലിൽ വന്നിട്ട് മുന്താണി സെയിം സ്റ്റൈലിൽ തന്നെ ആയിരിക്കും ബ്ലൗസും വരുന്നത് സാരിക്ക്. ഇതാണ് സാരിയുടെ ഒരു ലുക്ക് വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും.